ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കാൽസ്യം കുറവും അതുമൂലം ഉണ്ടാകുന്ന വേദനയും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. കാൽസ്യം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് വേദന, തരിപ്പ്, മരവിപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളും നഖങ്ങളും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, ഒടിഞ്ഞു പോകുന്ന അവസ്ഥ, അതും കാൽസ്യം കുറവിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. പലപ്പോഴും അത് തിരിച്ചറിയാതെ നമ്മൾ വേദനയും കഷ്ടപ്പാടും ഒക്കെ സഹിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും കുറേ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും. അതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരം കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഒരു പപ്പയ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പപ്പങ്ങ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്ഥലത്ത് ഇതിനെന്താണ് പേര് പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലുകളുടെ ബലം നിലനിർത്താനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ കെ ശരിയായ അളവിലുണ്ടെങ്കിൽ അത് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന്, യൂറിനിലൂടെ കാൽസ്യം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഒരു വലിയ പപ്പങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മളെടുത്തിട്ട് അതിങ്ങനെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ കലവറയാണ് പാല്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായ തൈര്, മോര് ഇതൊക്കെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ്. ചിലർക്ക് പാല് കഴിക്കുന്നത് അലർജി ഉണ്ടാകും. അപ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളോ ദഹന പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത്തരക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് സോയാപ്പാൽ. ഇതിൽ കാൽസ്യം മാത്രമല്ല, കാൽസ്യം ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഡിയും പ്രോട്ടീനും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഡ്രിങ്കിൽ ചേർക്കാവുന്ന ഒരു കാര്യമാണ് ബദാം. നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമുള്ള കാൽസ്യത്തിൻ്റെ 1/3 ബദാമിൽ നിന്ന് ലഭിക്കുന്നു. ഇതേപോലെ തലേദിവസം കുതിർത്തിട്ട് നമുക്ക് പിറ്റേ ദിവസം ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാം. അരിഞ്ഞു വെച്ച പപ്പായയും അതുപോലെ തന്നെ പാലും ബദാമും മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിന് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പാല് ഞാൻ മുഴുവനും ചേർത്തിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള പാല്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഒരുപാട് കട്ടിയിൽ വേണ്ടാന്നുള്ളവർക്ക് കൂടുതലായിട്ട് പാല് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മധുരത്തിനായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ കാൽസ്യം കുറവ് പരിഹരിക്കാനായിട്ട് നല്ലതാണ്. കാൽസ്യം കുറവിൻ്റെ മറ്റ് ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിട്ടു മാറാത്ത തലവേദന, കണ്ണുകൾക്ക് ഇടയ്ക്കിടെ വരുന്ന മങ്ങൽ, അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും കാൽസ്യം കുറവ് മൂലം വരാൻ കേട്ടോ. ഒരുപാട് പേര് മുടി കൊഴിയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണോ എന്നും കൂടി ഒന്ന് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാൽസ്യം കുറവ് കുട്ടികൾക്ക്, മുതിർന്നവർക്കും ഒക്കെ വരാം. കുട്ടികൾക്കുണ്ടാകുന്ന കാലുവേദന, കൈവേദന ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രായമാകുന്നതനുസരിച്ച് സ്ത്രീകളുടെ എല്ലുകൾ ദുർബലമാകാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും മറ്റും കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണം, അതുപോലെ ഒരു കാര്യവും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.